കൈ കാണിച്ച് നടത്തി എന്താ സാറേ എൻ്റെ ഭർത്താവിനെ കുത്തിയിട്ടേക്കണ് വലതുവശം വാരിയുടെ ഭാഗത്ത് വളരെ ഡെപ്തിൽ ഒരു 3 പേരുടെ ഇടത്തക്ക രീതി ഡെപ്തിൽ ഒരു ആഴത്തിലുള്ള മുറിവ്. കൈ പിടിച്ച് പഠിച്ചു നോക്കിയപ്പോൾ പഠിച്ചില്ല. സംഗതി വടിയായെന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. ഇത് ആശുപത്രിയിൽ നിന്ന് അപ്പം തന്നെ ഇൻറ്റിമേഷൻ വരുന്നു, ഈ ആൾ ബ്രോഡ് ഡെത്ത് ആയിരുന്നു. കയ്യിൽ കത്തുന്ന അവർ ഈ കാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ആയുധം കൊണ്ടാണ് അവർ നടക്കുന്നത്. ദേഹോദരം ഏൽപ്പിക്കാം, അത് 3 കാര്യങ്ങൾ ഒത്തു വരണം. അവൻ ഒരാളെ കൊന്ന ഒരാളില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ദയ കാണിക്കേണ്ട കാര്യമില്ല. അവന് 1-2 ഇടി കൊടുക്കുന്ന കുഴപ്പമില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള പോലീസുകാർ ചുരുക്കം പേരെങ്കിലും ഉണ്ട്. സാർ പ്രധാനമായും പ്രവർത്തിച്ചത് തിരുവനന്തപുരം റൂറൽ ആ ഒരു ലിമിറ്റിന് കീഴിലാണ്. അപ്പോൾ അത്തരത്തിൽ ധാരാളമായിട്ടുള്ള ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പെറ്റീഷൻ അന്വേഷിക്കാൻ പോവുകയും അവിടെ ഒരു കൊലപാതകം ഉണ്ടാവുകയും ആ ഒരു സംഭവം സാറിൻ്റെ അന്വേഷണ പരിധിയിൽ വന്ന ഒരു സംഭവമാണ്. അതൊന്ന് പറയാമോ? അതായത് 2006 ഞാൻ തിരുവനന്തപുരം റൂറലിലെ പാലോട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോലി നോക്കിയിരുന്നു. അപ്പോൾ സാധാരണ ഈ കോൺസ്റ്റബിൾമാരുടെ ജോലിയിൽ ഒന്നാണ് പെറ്റീഷൻ എൻക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലയളവിൽ എനിക്ക് പെറ്റീഷൻ എൻക്വയറി ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പെറ്റീഷൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന പെറ്റീഷൻസ് എല്ലാം നമ്മൾ പോയി സ്ഥലത്ത് പോയി അതിന് 2 കക്ഷികളെയും കണ്ട് അവർക്ക് പറയാനുള്ള കേട്ട് പരിസരമൊക്കെ മനസ്സിലാക്കി, പരിസരത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ വിവരം തിരിച്ചു വന്നിട്ട് അവരുടെ 2 പേരോട് SHO മുമ്പ് ഹാജരാകാൻ പറയുകയും ആ വിവരം വന്ന് ആ സംഗതി അവിടെ നടന്ന സംഭവം നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരം SHO അറിയിക്കും. ഇതാണ് പെറ്റീഷൻ എൻക്വയറിയുടെ സംക്ഷിപ്ത രൂപം, അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്രകാരം ഞാൻ ഡ്യൂട്ടി നോക്കി വരവേ ഒരു 2006 ഫെബ്രുവരിയിൽ 23-ാം തീയതി ഞാനും എൻ്റെ കൂടെ റാവുത്തർ എന്ന് പറഞ്ഞ എൻ്റെ സീനിയറാണ് പുള്ളി, അദ്ദേഹം ഹെഡ് കോൺസ്റ്റബിളാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരു ബൈക്കിൽ പെറ്റീഷൻ അന്വേഷിച്ചും. അദ്ദേഹം പ്രോസസ് സർവറാണ്, അതായത് സമൻസ് ഏരിയ കൊടുക്കുന്നത്. സമൻസ് പോലീസ് സ്റ്റേഷനിൽ തന്നെ പല ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരു റൂട്ടാണ് പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ആ ബൈക്കിൽ കയറി പോവുകയാണ്. അപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്, അദ്ദേഹം പുറകെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അപ്പോൾ ഞാൻ പെറ്റീഷൻ നോക്കും, അദ്ദേഹം സമൻസ് ഏരിയയിൽ നോക്കും, അങ്ങ് കൊടുക്കും. അങ്ങനെ രണ്ടും കൂടെ പോവുകയായിരുന്നു. അങ്ങനെ പോയ സമയത്ത് ഈ ഇടിഞ്ഞാർന്ന് അവിടെ കൂടുതൽ ട്രൈബൽ ഏരിയയാണ്. ഈ പാലോട് പോലീസിൻ്റെ പ്രത്യേകത കൂടുതലും ഹൈ റേഞ്ചും അതുപോലെ കൂടുതൽ ഫോറസ്റ്റ് ഉള്ളതും ഏരിയയും ട്രൈബൽ താമസിക്കുന്ന ഏരിയയാണ് പാലോട് പോലീസ്. അതാണ് പാലോടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഇടിഞ്ഞാർ എന്ന് പറയുന്നത് അതൊരു ട്രൈബൽ ഏരിയയാണ്. ഇടിഞ്ഞാറേക്ക് പോകുന്ന വഴിയിൽ ഈ കോളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നു. ആ പെറ്റീഷൻ എന്ന് പറയുന്ന ഒരു സിന്ധു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ തന്ന പരാതിയായിരുന്നു. ആ സിന്ധു പറയുന്നത് എന്നെ ശല്യം ചെയ്യുന്നു, അയൽവാസിയെ മക്കു എന്ന് വിളിക്കുന്ന ഒരു ശശീന്ദ്രൻ ഇവർ കാണി സംബന്ധത്തിൽപ്പെട്ടാണ്, എന്നെ ശല്യം ചെയ്തെന്ന് പറയുന്നതാണ് പരാതി. അപ്രകാരം ഞാൻ ആ പരാതിയായിട്ട് പോയി മക്കുവിനെ പോയി കാണുന്നു. കണ്ടിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ പരാതിയുണ്ട്, സിന്ധു തന്ന പരാതിയാണ്, എന്താണ് സംഭവം, നിങ്ങൾ ശല്യം? ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല. എന്ത് തന്നെയാലും ഒക്കെ നീ നാളെ 9 മണിക്ക് വന്ന് SHO കാണണം, രാവിലെ 9 മണിക്ക് പോലീസ് സ്റ്റേഷനാണെന്ന് പറയുന്നു. അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നു. അവരോടും പറയുന്നു നിങ്ങൾ സ്റ്റേഷൻ വരിക, നാളെ വരണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ സിന്ധുവിൻ്റെ ഭർത്താവുണ്ട് ദിവാരൻ കാണി, അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ദിവാരൻ കാണി ഈ സംഭവം പറയുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ദിവാരൻ കാണിയുടെ അറിവോടുകൂടി ഭാര്യ തന്ന പരാതിയാണ്. ഓക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇടിഞ്ഞാറൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും ഈ റാവുത്തർ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിളും കൂടെ ഇടിഞ്ഞാർ ഭാഗത്ത് മറ്റ് പരാതികളൊക്കെ നോക്കി തിരിച്ച് ഏകദേശം ഒരു 12:30 മണിയായി കാണും. തിരിച്ച് ഈ കോളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സമയത്ത് ഈ റോഡിൽ നിന്നിട്ട് ഞങ്ങളുടെ ബൈക്കിൽ ഒരാൾ, ഞങ്ങൾ യൂണിഫോമിലാണ്, ബൈക്കിൽ ഒരാൾ ഒരു സ്ത്രീ കൈ കാണിച്ച് നടത്തി എന്താ സാറേ എൻ്റെ ഭർത്താവിനെ കുത്തിയിട്ടേക്കണ് എന്ന് പറഞ്ഞു. കുത്തിയിട്ട് അത് എവിടെ? അപ്പുറത്ത്. ഉടനെ ശരി നടക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങനെ വണ്ടി അവിടെ വെച്ചിട്ട് ബൈക്കവിടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി അവരോടൊപ്പം നടന്ന് അവിടെ പോവുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ മാറിയ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഈ മക്കു എന്ന് പറയുന്ന ആൾ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. പക്ഷേ ഈ വലതുവശം വാരിയലിൻ്റെ ഭാഗത്ത് വളരെ ഡെപ്തിൽ ഒരു 3 പേരുടെ ഇടത്തക്ക രീതി ഡെപ്തിൽ ഒരു ആഴത്തിലുള്ള മുറിവുണ്ട്. അത്ര വീതി ഉണ്ട്, അത്ര വീതി ഡെപ്തിൽ അത്രയും. അങ്ങനെയുള്ള അർപ്പോത്തി പോലുള്ള അങ്ങനെയുള്ള കത്തി എന്തോട്ട് കുത്തിയതാണ്. അപ്പോൾ ഞാൻ കൈ പിടിച്ച് പഠിച്ചു നോക്കിയപ്പോൾ പഠിച്ചില്ല. സംഗതി വടിയായെന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ആശുപത്രി കൊണ്ടുപോകണ്ടേ. പെട്ടെന്ന് ഉടനെ നമുക്ക് അവിടെ ജീപ്പ് സർവീസേ ഉള്ളൂ. ജീപ്പ് എന്ന് മല ഏരിയയിലൊക്കെ ജീപ്പ് ആണ് കൂടുതലും യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ജീപ്പ് ആ ഭാഗത്ത് വരികയും ഞങ്ങൾ ഉടനെ വിളിച്ചു വരുത്തി ആ ജീപ്പിൽ യവനെ എടുത്ത് കയറ്റി അവിടെ ഉണ്ടായിരുന്ന 2 പേരെ കൂടെ അതിനകത്ത് കയറ്റി സഹായത്തിന്. ഞാൻ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം, നിങ്ങളോട് ഒന്ന് കയറി നമുക്ക് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ കയറ്റി ഈ ജീപ്പിൽ നേരെ മെഡിക്കൽ കോളേജ് വിടാൻ പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പറും കൊടുത്ത് എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, പോലീസ് കയറ്റി വിട്ടാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും തിരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരാം. ഇതിൻ്റെ പിറകെ ഞങ്ങൾ അനുഗമിക്കുകയാണ്. ഈ വണ്ടി വിട്ടിട്ട് അതിൻ്റെ പിറകെ ഞങ്ങൾ ബൈക്ക് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ വഴി സൈഡിൽ ഈ ദിവാരം കാണി അവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ ദിവാകരങ്കാണിയാണ് കുത്തിയെന്ന് പറഞ്ഞു, ഞങ്ങൾ പറയുന്നുണ്ട് ദിവാകരങ്കാണി കുത്തിയെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. ഈ ദിവാകരങ്കാണി എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ ഭർത്താവാണ്. അപ്പോൾ പിന്നെ ദിവാകരങ്കാണി റോഡ് സൈഡിൽ ഇരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശാൻ അങ്ങ് അന്തം വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉടനെ വണ്ടി എടുത്തിട്ട് പറഞ്ഞ് എന്താ വിട്ടിരിക്കുന്നത്, നമുക്ക് അവനെ ആശുപത്രി കൊണ്ടുപോകണ്ടേ, കയറി വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എൻ്റെ ബൈക്കിൽ ഞാൻ പിടിച്ച് കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ബൈക്കിൽ, അതിൻ്റെ ഇടയിലേക്ക് പിടിച്ചിരുത്തി. ഞങ്ങൾ ഈ ബാക്കിൽ റാവുത്തറുണ്ട്, ഇയാൾ നടക്കരുത്, ഞങ്ങൾ മൂന്നുപേരും കൂടി അടിച്ച് നേരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഉടനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് ഈ വിവരം തന്നെ അപ്പോൾ തന്നെ SHO അറിയിക്കുന്നു. അപ്പോൾ CA അന്ന് ഈ SHO SI ആണ്. അപ്പോൾ SI എന്ന് പറയുന്നത് എൻ്റെ കൂടെ പണ്ട് AR ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളായിരുന്നു, പിന്നെ ഡയറക്റ്റ് SI ആളാണ്, ജയചന്ദ്രൻ എന്ന് പറയും. അപ്പോൾ ഞാനോട്ട് നല്ല ഇൻറ്റിമസി ഉണ്ടായിരുന്നു, ഞങ്ങൾ നല്ല വളരെ ഫ്രണ്ടിൽ അറ്റ്മോസ്ഫിയറിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹമായിരുന്നു SI. ഉടനെ ഈ കൊലപാതകമോ അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിൻ്റെ കേസൊക്കെ അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ്. SHO SI റാങ്കിൽപ്പെട്ട ആളാകരുതെന്ന് സർക്കിൾ ഒരു കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാറും. അപ്പോൾ ഇവിടെ എന്തായാലും മറ്റേ ഇവനെ കൊണ്ട് ദിവാകരങ്കാണി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് ആശുപത്രിയിൽ നിന്ന് അപ്പം തന്നെ ഇൻറ്റിമേഷൻ വരുന്നു, ഈ ആൾ ബ്രോഡ് ഡെത്ത് ആയിരുന്നു. ബ്രോഡ് ഡെത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ പരിശോധിക്കുന്ന സമയത്ത് മരണപ്പെട്ടു. അതായത് ഈ മക്കു അവിടെ വെച്ച് സ്പോട്ട് ഡെത്ത് ആയിരുന്നു തരത്തിൽ. അവിടെ ആശുപത്രി പോയ സമയത്ത് മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വിട്ടു, വേറെ ഒരു ആശുപത്രി കയറി നേരെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സംഭവം തീർന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു ആശുപത്രി കയറേണ്ട നേരെ മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞു. ഉടനെ തന്നെ അന്വേഷണം ഓട്ടോമാറ്റിക്കലി അവിടെ FIR എടുക്കുമെങ്കിലും ഉടനെ അന്വേഷണം CIക്കായിരുന്നു. അന്ന് CI റഫീഖ് സാർ എന്ന് പറഞ്ഞ ഒരു CI ആയിരുന്നു. അദ്ദേഹം അന്വേഷണത്തിന് തുടക്കം ഏറ്റെടുക്കുകയും അപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രൈം മോസ്റ്റ് ആയ കേസിലെ വിറ്റ്നസ് എന്ന് പറയുന്നത് ഞാനായിരുന്നു. കാരണം അവിടെ ഈ ദിവാകരങ്കാണിയെ കുത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ദിവാകരങ്കാണിയുടെ ഭാര്യ മക്കുവിനെതിരെ പരാതി കൊടുക്കുന്നു. അപ്പോഴങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചത് നിൻ്റെ ഭാര്യ കൊടുത്ത പരാതിയാണ്, കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കു ദിവാകരങ്കാണിയോട് വഴക്കിന് പോകുന്നു. മക്കു അങ്ങോട്ട് വഴക്കിന് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ദിവാകരങ്കാണി പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ദിവാകരങ്കാണിയായിട്ട് ഉടക്കായി നിവർത്തിയില്ല, ദിവാകരങ്കാണി കയ്യിരുന്ന കത്തി കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. കയ്യിരുന്ന കത്തി അവർ ഈ കാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ആയുധം കൊണ്ടാണ് അവർ നടക്കുന്നത്. എന്തെങ്കിലും വെട്ട് കത്തിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ വേയും അതുമൊക്കെ വെട്ടാനും എന്തെങ്കിലുമൊക്കെ പോകും. അങ്ങനെ എന്തായാലും കയ്യിരുന്ന കത്തി കൊണ്ട് അങ്ങനെയാണ് ദിവാകരങ്കാണി ഈ മക്കുവിനെ കുത്തുന്നത്. യഥാർത്ഥത്തിൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും ദിവാകരങ്കാണിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കില്ല. എന്തായാലും കേസ് വരുമ്പോൾ മരണപ്പെട്ടില്ലേ, അപ്പോൾ കൊലപാതകത്തിന് കേസെടുക്കുകയും ദിവാകരങ്കാണി അറസ്റ്റ് ചെയ്യുകയും പിന്നെ ആ തൊണ്ടി സാധനങ്ങൾ റിക്കവറി ചെയ്തു. അതിൽ ഏറ്റവും വലിയ തെളിവായിട്ട് എടുത്തത് ഈ പെറ്റീഷനായിരുന്നു. ഞാൻ അന്വേഷിച്ച് പോയ പെറ്റീഷനായിരുന്നു നമ്പർ 1 ഡോക്യുമെൻ്റായിട്ട് കോടതി ഈ ശിക്ഷയ്ക്ക് പരിഗണിച്ച ഒരു ഡോക്യുമെൻ്റ്. അതുപോലെ അതിൽ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് നമുക്ക് പറയാം, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അത് തെളിയിക്കുക പാടാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എൻ്റെ പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാം, എൻ്റെ ജീവന ഭീഷണി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. അത് കോടതി തെളിയിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പൊതുജനങ്ങൾ അങ്ങനെ ചെയ്താലും തെളിയിക്കേണ്ട ബാധ്യത പൊതുജനത്തിനാണ്. അല്ല, ആരാണോ ചെയ്യുന്ന ആളിനാണ്. പൊതുജനമുള്ള ഏതൊരു വ്യക്തിയാണോ അപ്രകാരം ചെയ്യുന്നത്, ഇപ്പോൾ പൊതുജനക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു ത്രട്ട് വരില്ലല്ലോ, ഒരു വ്യക്തിക്കല്ലേ സാധാരണ വരുള്ളൂ. എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അത് ചെയ്താൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്ക് തന്നെയാണ്. പക്ഷേ പോലീസ് സാധാരണ അത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കില്ല. പോലീസ് 302 കൊലപാതകത്തിന് കേസെടുക്കും, ഇയാൾ കൊല ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഞാൻ കൊല ചെയ്യാനുള്ള സാഹചര്യം ഇന്നതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ കക്ഷിയിൽ വന്നു ചേരും. അപ്പോൾ ഇവിടെ ദിവാകരങ്കാണിക്കായിരുന്നു ഞാൻ സെൽഫ് ഡിഫൻസിലാണ് ചെയ്തതെന്ന് കാണിക്കേണ്ട ബാധ്യത. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ വലിയ പാടാണ്, കോടതിയിൽ പ്രൂവ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ദിവാകരങ്കാണിക്ക് അത് ട്രയൽ വരികയും ദിവാകരങ്കാണി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അദ്ദേഹം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് തീർന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം. അതിന് പ്രൈം മോസ്റ്റ് വിറ്റ്നസ് ഞാനായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ച ആ പെറ്റീഷനുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 2006 ഫെബ്രുവരി 23 സംഭവം. ആദ്യം ഈ ദിവാകരങ്കാണിയെ പിടിക്കാം, ആ സമയത്ത് ദിവാകരങ്കാണി ആയുധം ഇല്ല, അയാളെ എവിടെ ഉപയോഗിച്ച് അയാൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത രീതിയിലായിരിക്കും ആ റോഡിലൊന്നിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെച്ചു അയാളൊരു സ്ഥിരം കുറ്റവാളിയല്ല. സ്ഥിരം കുറ്റവാളികളായവരോടും അല്ലാതെ യാദർശിക കുറ്റം ചെയ്യുന്നവരോടും പോലീസിൻ്റെ സമീപനം എന്തായിരിക്കും വ്യത്യസ്തമായി? പോലീസിൻ്റെ സമീപനം എന്ന് പറയുന്നത് ഈ അവിടെയുള്ള ആ പോലീസ് ഗ്രൂപ്പിൻ്റെ ചിലരുടെ മനോഗതം പോലെ ഇരിക്കും. യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് പോലീസ് നമുക്ക് തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രൈം മോസ്റ്റ് ജോലി എന്ന് പറയുന്നത്. കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അതിനുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കും, ഇത്രയേ ഉള്ളൂ. ഈ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലർ ഉപദ്രവിക്കാറുണ്ട്. ചില പോലീസുകാരെങ്കിലും
അപ്പോൾ അവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അവൻ ഒരാളെ കൊന്ന ഒരാളല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ദയ കാണിക്കേണ്ട കാര്യമില്ല. അവന് 1-2 ഇടി കൊടുക്കുന്ന കുഴപ്പമില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള പോലീസുകാർ ചുരുക്കം പേരെങ്കിലും ഉണ്ട്. പക്ഷേ അത് നമ്മൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ്റെ ഏത് സാഹചര്യത്തിലാണ് അവൻ ചെയ്തത് എന്നും കൂടെ മനസ്സാക്കി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ചില സാഹചര്യത്തിലെങ്കിലും പോലീസ് ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ട് ചിലരൊക്കെ വളരെ തൻ്റെ അടുത്തുമായിട്ട് പ്രതികരിക്കും. ഞാനിത് ചെയ്തിട്ടും മറ്റുള്ള എന്തെങ്കിലും ചോദിച്ചാൽ കുറ്റം സമ്മതിക്കാൻ കുറ്റബോധം അവന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ പ്രകോപിതരായി ചിലപ്പോൾ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെയാണ് പല ഇഷ്യൂസ് ഉണ്ടാകുന്നത്, പോലീസിന് ഇതിനുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ബൈ ചാൻസിൽ ചിലപ്പോൾ അവന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം, ഒരു അറ്റാക്ക് വരെ, ഈ ഭീഷണി വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലീസിന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് പോലീസിന് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് അറ്റാക്ക് വന്നാലും മതി, പക്ഷേ കസ്റ്റഡി ഡെത്തായി, സംഗതി മാറി. അങ്ങനെയാണ് പലപ്പോഴൊക്കെ പലതും നമുക്ക് സംഭവിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ ആത്മനിയന്ത്രണം പാലിച്ച് നിയമത്തിലൂന്നി നമ്മുടെ കർത്തവ്യം മാത്രം നമ്മൾ നോക്കി, കാരണം തെളിവ് ശേഖരണമാണ് പോലീസിൻ്റെ ജോലി. അതിലൂന്നി നിന്ന് കഴിഞ്ഞാൽ ഈ അനാവശ്യമായ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതുപോലുള്ള ഇതുപോലുള്ള ആക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒരു പരിധി വരെയെങ്കിലും. പക്ഷെ ഇപ്പോൾ പോലീസ് ഏറെക്കുറെ അങ്ങനെയാണ്, എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് പലപ്പോഴും ഒക്കെ അത് ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഒരാളിനെ നമുക്ക് ഒരു ദേഹോദ്രവം ഏൽപ്പിക്കാം, അത് 3 കാര്യങ്ങൾ ഒത്തുവരണം. ഒന്ന്, ഈ കുറ്റം ചെയ്തവന് തോന്നണം എനിക്ക് ഒരു അടി കിട്ടാനുള്ള യോഗ്യത ഉണ്ടെന്ന് കുറ്റം ചെയ്തവന് തോന്നണം. 2, ഇത് കേൾക്കുന്ന പൊതുജനത്തിന് തോന്നണം, യവൻ 2 കൊടുത്തില്ലല്ലോ ഈ പോലീസ് എന്നൊരു മനോഗതത്തിൽ അവനെത്തണം, സമൂഹം എത്തണം. 3, എനിക്കും തോന്നണം, എടാ യവൻ 2 അടിക്ക് യോഗ്യതയുണ്ടെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയും വേണം. ഈ 3 ഘടകങ്ങൾ ഒത്തു വന്നാൽ ഒരു അടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊരു സിനിമ ഡയലോഗിൽ അതൊരു നടൻ ജോജോ തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരോട്, SI ആണ് ജോജോ, പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒത്തു വന്നാൽ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ പോലീസിനെ അടിക്കാതെയൊന്നുമില്ല, നമ്മൾ അടിക്കാനുള്ള ആളാണ് അല്ലെങ്കിൽ നമ്മൾ അവരെ ശിക്ഷിക്കണം ഒന്നുമല്ല. പക്ഷേ എന്നാലും ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്.